ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നിങ്ങളെ കമൻസും അറിയിക്കണം കേട്ടോ. രാവിലത്തെ കുഞ്ഞു വിശപ്പിന് റസ്ക്കും ചായയൊക്കെ കുടിച്ചിട്ടാ പിന്നെ ആ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടിയെടുക്കുകയാണ്. രാവിലെ നേരെ ഉണ്ടായിട്ടല്ല കേട്ടോ പത്തിരി ഉണ്ടാക്കണേ. ഇന്നലെ അരി വെള്ളത്തിലിടാൻ മറന്നുപോയി, അതുകൊണ്ട് മാത്രം. പിന്നെ പുട്ടുപൊടി ഉണ്ടായിരുന്നു, മക്കൾസിന് വേണ്ട പറഞ്ഞു. പഴം ഉണ്ടെങ്കിൽ പുട്ട് മതി എന്ന് പറഞ്ഞു. ആ പഴം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുട്ട് സ്കിപ്പ് ചെയ്തു. അങ്ങനെ ആ പത്തിരി ഉണ്ടാക്കണം. പിന്നെ ബീഫ് വരട്ടി ഉണ്ടല്ലോ, അപ്പോൾ പത്തിരിക്ക് നല്ല ചേരുമല്ലോ. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ പത്തിരിയോട് നല്ലോണം പരിചയപ്പെട്ടു കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ നമ്മളവിടെ ഈ പത്തിരി ഉണ്ടാക്കില്ല, നമ്മളിതിന് പറയത്തക്ക പത്തിരിനാ, പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ. നമുക്ക് എന്താ പറയുക, ഈ ടയർ പത്തിരി ഇല്ലേ, അതാണ് ഞങ്ങളെ ഭാഗത്തുള്ള സ്പെഷ്യല്. ഉമ്മച്ചി അതന്നെ ഉണ്ടാക്കുക, നമ്മളെ അടുത്തുള്ള എല്ലാവരുടെയും അതുണ്ടാക്കുക. നമ്മൾ വടക്കന്മാരാണ്, അപ്പോൾ വടക്കർ ഏകദേശം എല്ലാവരും മറ്റേ എന്താ പറയുക ടയർ പത്തിരി ഉണ്ടാക്കുക. നോമ്പിനായാലും പിന്നെ എന്താ പറയുക മരുമോന് അങ്ങനെയൊക്കെ വരില്ലേ, അപ്പോൾ ഒരു സ്പെഷ്യലാണ് ഈ ടയർ പത്തിരിയും എന്താ പോത്തുംകാലില്ലേ അത്, അങ്ങനെയൊക്കെ ഒരു സ്പെഷ്യൽ നമുക്ക്. അതുപോലെ നെയ്യപ്പം, ബീഫ്, അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഈ പത്തിരിയായിട്ട് കുറച്ച് ബന്ധപ്പെട്ട്. ആദ്യം എനിക്ക് പത്തിരി ഇടാനൊന്നും അറിയില്ല, അതിൻ്റെ വെള്ളക്കണക്കും കാര്യങ്ങളും ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കുമല്ലോ. അപ്പോൾ ഇപ്പം അടിപൊളി പത്തിരി ഉണ്ടാക്കാനൊക്കെ പഠിച്ച്. ഇന്ന് ഞാൻ പിന്നെ പൊടിയൊന്നും ആക്കിയിട്ടൊന്നുമല്ല പത്തിരി ചുടുന്നത്, നമ്മൾ പ്രസ്സിൽ നിന്ന് പരത്തി നേരെ ഇട്ടിട്ട് പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് കഴിയാനായി. പിന്നെ മോനൊന്ന് ക്ലാസ് പോയിട്ടില്ല കേട്ടോ, ഇന്നലെ സുഖമില്ലാതെ കൊണ്ടുവന്നല്ലേ. അപ്പോൾ എന്താ പറയുക പല്ലിന് നല്ല പഴുപ്പൊക്കെ ഉണ്ട് ഉള്ളിൽ. ഒരാഴ്ചത്തെ ഗുളിക തന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കുടിച്ച് റെഡി ആയിട്ട് സെറ്റായിട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ചിലപ്പം എന്താ പറയുക അടക്കേണ്ടി വരും, അടച്ചില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ മോനെ ഉറക്കി കിടത്തി. പിന്നെ കുറേ പരിപാടി ഉണ്ട്, നമ്മൾ പറയില്ല അകത്ത് ചൂലിട്ടിട്ടില്ല, അതേപോലത്തെ അവസ്ഥ കേട്ടോ. ചൂലിട്ടിട്ടില്ല, പിന്നെ എന്താ പറയുക ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും മടിക്കൊന്നും വെച്ചിട്ടില്ല. ഒന്നും ഞാൻ വിചാരിച്ച പോലെ നടക്കണില്ല കേട്ടോ. അങ്ങനെ ഇതാ ചായ കുടിക്കാനിരുന്ന്, ഇത് മോൻ ഉറങ്ങല്ലേ, അപ്പോൾ വേഗം ചായ കുടിച്ച് സെറ്റാക്കാൻ വിചാരിച്ചിട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ എണീച്ച് എനിക്കത് നടക്കൂല. അതിൻ്റെ ഇടയിൽ കൂടെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടോ. ഇന്നലെ തന്നെ നേരം വൈകിക്കണേ ചോറാവാനേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങോട്ട് അവിടെ നിന്ന് ആയിക്കോളുമല്ലോ. പിന്നെ മോൻ്റെ 2 കൊട്ട ഉണ്ടായിരുന്നു, അത് 2 വലിച്ചിട്ടിട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഡ്രസ്സും ഇതൊക്കെ അലക്കിയിട്ടും തുണി അലക്കിയിട്ടൊക്കെ എടുത്തു കൊടുക്കും മക്കൾസിന്, അത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചിലപ്പോൾ ഇതിത്ത് വെക്കേണ്ടത് അതിൽ വെക്കും, അതിലത്തെ ഇൽക്ക് വെക്കും. അങ്ങനെ അതൊക്കെ കൂടെ അലങ്കോലമായി കിടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് സംഭവങ്ങൾ കിട്ടണില്ല കേട്ടോ. അങ്ങനെ എല്ലാം ഒതുക്കി പെറുക്കി എടുത്ത് വെച്ച്. പിന്നെ കുറച്ച് ചില്ലറ പരിപാടിയും കൂടെ റൂമിലുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ എടുത്ത് തീർത്ത് വാവ എണീക്കുമ്പോൾ മോനോട് ആട്ടാൻ പറയട്ടെ. ഓൻ ആട്ടി കൊങ്ങിക്കണേ. അപ്പോൾ ഓന് ടാബ് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മോൻ്റെ അടുത്ത് പോയി ടാബ് കളിച്ചോ, എന്നാൽ ഓന് കരയുമ്പോൾ കറിയുമല്ലോ. അങ്ങനെയാണ് കുറേ പണികളൊക്കെ തീർത്തത് കേട്ടോ. പിന്നെ ആ മോനക്ക് മരുന്ന് കൊടുത്തിട്ടില്ലായിരുന്നു രാവിലത്തെ, അതൊക്കെ കൊടുക്കുകയാണ്. പിന്നെ കണ്ണിൽ മരുന്ന് ഇട്ടിക്കാണ്ട് 2 മണിക്കൂർ കൂടുമ്പോൾ ഇടത് കണ്ണിൽ ഇട്ടിക്കാനാണ്. അവനക്ക് കണ്ണിനൊരു ചീയലുണ്ട്, അപ്പോൾ അതിനൊരു മരുന്നൊക്കെ തന്നിട്ടുണ്ട്. മോൻ്റെ തുണികളൊക്കെ തിരുമ്പാനുണ്ടായിരുന്നു. അങ്ങനെ അതാ തിരുമ്പാൻ ഇറങ്ങി. 2-3 പ്രാവശ്യം മോൻ കരഞ്ഞിട്ടോ. അപ്പോൾ ചുട്ട് നല്ലോണം ആട്ടി കൊടുത്ത് ഉറക്കമൊക്കെ ചെയ്ത്. പിന്നെ ഒരു ലാസ്റ്റത്തെ ഒരു കരച്ചിലുണ്ട്, അത് ഭയങ്കര കരച്ചിലായിരിക്കും. അത് ആരാട്ടിയിട്ടും കാര്യമില്ല, ഞാൻ തന്നെ എടുക്കണം. ഞാൻ വിചാരിച്ചു എന്തായാലും നനയില്ല, വേഗം കയറാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ അയൽവാസി വരുന്നുണ്ടായിരുന്നു, ഓളെ പുതിയ വീട് എടുക്കുന്നിടത്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓള് പറഞ്ഞു ഞാൻ എടുത്ത കുഞ്ഞാളെ ഈ വേഗം അലക്കിക്കോ പറഞ്ഞ്. അങ്ങനെ ഓളെടുത്ത് ഞാൻ വേഗം ഒന്ന് അലക്കും ചെയ്തിട്ട് അങ്ങോട്ട് കയറി. പിന്നെ വെച്ചാൽ എന്താ പറയുക മോന് ഇത് അരച്ച് മുറിക്കുന്നുണ്ട്. ഞാൻ അവനോട് കുറേ പറഞ്ഞു മുറിക്കേണ്ട അമ്മ പിന്നെ മുറിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കൈക്കോട്ട് കൊണ്ട് കൊത്തുക, കത്തിയും കൊണ്ട് മുറിക്കുക, അതുപോലത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇത് അവനെ ഇറച്ചിയൊക്കെ മുറിച്ച് തരുന്നുണ്ട്. ഇനി മോനെ കുളിപ്പിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം വെക്കാൻ നിൽക്കുമ്പോഴേ ഏട്ടൻ്റെ ഓള് വരുന്നത്. അപ്പോൾ താത്ത പറഞ്ഞു ഞാൻ പിടിക്കാൻ എടുത്ത് വെച്ചോ പറഞ്ഞു. അങ്ങനെ താത്ത വന്നപ്പോൾ ഞാൻ വേഗം ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുവച്ച് പിന്നെ മോനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ മോന് കുറച്ച് നേരം കൂടെ ഒന്ന് ഉറങ്ങി കിട്ടി. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു ഇന്നലത്തെ, അത് ഞാൻ എന്താക്കി ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് ബീഫ് വരട്ടി. പിന്നെ വരട്ടല്ല, കുറച്ചും കൂടെ ഉണക്കിയെടുത്തിട്ടോ. പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും തൊട്ടുമ്പോൾ നമുക്ക് ബ്രെഡും ബീഫും തിന്നാലോ ചോദിച്ച്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇതാ ബ്രെഡും ബീഫൊക്കെ തിന്നു. നമുക്ക് ബീഫ് കടിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ പല്ലുവേദന വരിക. അങ്ങനെ ഞാനത് പിച്ചി കൊടുത്തിട്ടോ. അങ്ങനെ ഓൻ അതൊക്കെ കൂട്ടി തിന്ന് ഞാനും തിന്ന്
ഒരാൾ ടി വി തുറന്ന് വെച്ച് ടാബ് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ എപ്പോഴും ഇവിടെ രണ്ടും ഓണാക്കി വെക്കണം, എന്നാൽ അവൾക്ക് സമാധാനമാണ്. എനിക്കാണ് ഇത് രണ്ടും കൂടെ കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കും, ചെവിക്ക് എന്തോ ഒരു ഇടങ്ങാറാട്ടോ. അങ്ങനെ ഇതാ ജീൻസുകൾ ഉണ്ടെങ്കിലും മേലെ ആറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്ക് മഴ മൂടും, ഇടയ്ക്ക് എന്താ പറയുക നല്ല വെയിലും വരും. അങ്ങനെ തുണികളൊക്കെ എന്താക്കി മുറ്റത്ത് തന്നെ ആറിയിട്ടോ. ജീൻസ് പിന്നെ എന്തായാലും നമ്മളിപ്പോൾ മുറ്റത്തിട്ടാലും ഉണങ്ങൂലല്ലോ വിചാരിച്ച് മേലെ വാർപ്പിൻ്റെ സൈഡിലുണ്ട് ഒരു അയൽ, അവിടെ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മുടെ വാർപ്പിൻ്റെ മേലിൽ നിന്നുള്ള വ്യൂ ആയിട്ടൊക്കെ ഒരു ഭാഗം മൊത്തം പിന്നെ ചായച്ചെടിയാണ്. അപ്പോൾ നല്ല രസമായിട്ട് അങ്ങോട്ട് കാണാനൊക്കെ. രാവിലെ എന്താ പറയുക നല്ല ഭംഗി അങ്ങോട്ട് നോക്കിയാൽ, നല്ല മഞ്ഞിൻ്റെ സമയത്തൊക്കെ നല്ല രസമൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് നോക്കിക്കാൻ കേട്ടോ. നമ്മളെ മുറ്റത്തേക്കൊക്കെ ആന വരും കേട്ടോ. നമ്മളെ സൈഡിൽ കൂടെയാണ് ആനേൻ്റെ റൂട്ട്. താഴെ ഒരു മുളക്കാടുണ്ട്, അവിടേക്കാണ് അധികം പോവുക. അതുപോലെ ചക്കേൻ്റെ സീസൺ ആയാലൊക്കെ വരും, പക്ഷേ ഈ സീസണിൽ വന്നിട്ടില്ല മൂപ്പരെ. ഹായ് വരി, ഹായ് വരി, വാ വാവനെ കാണാൻ വാ. ജോയ് പോവാ. ആന വരുന്നുണ്ടെന്ന് നമ്മൾ എങ്ങനെയെങ്കിലും അറിയട്ടോ. ചിലപ്പം ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ചിലപ്പോൾ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ എന്താ പറയുക പടക്കം പൊട്ടിക്കണ ഒച്ച കേൾക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും. എങ്ങനെ ആയാലും നമ്മൾ അറിയട്ടോ ആന വരുന്നുണ്ടെന്ന്. അപ്പൊക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വാർപ്പിൻ്റെ മേലെ കയറിയൊക്കെ നിൽക്കൂട്ടോ കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഭയങ്കര പേടിയാണ്. പിന്നെ അത് ആറിയിട്ട് വന്നപ്പോൾ മോൻ എണീച്ചിട്ടുണ്ട്. ഞാൻ കുറേ ആട്ടി നോക്കി, ഞാൻ ഓനെ ഉറക്കും, മോൻ ഇന്നെ ഉറക്കാണ്. അങ്ങനെ അത് അവിടെ അവസാനിപ്പിച്ച് പിന്നെ ഓനെടുത്ത് മത്തൻ്റെ ഇലയൊക്കെ പറിച്ചിരുന്നു കേട്ടോ. മത്തൻ്റെ ഇല കൂട്ടാൻ പുതിയതായിട്ട്, ബട്ട് നന്നാക്കാൻ സമയം കിട്ടിയില്ല. എന്താ പറയുക മോന് കിരികിരീന്നാണ്. അപ്പോൾ ഇപ്പം എന്താ ഉറങ്ങിയിരിക്കണേ. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല, സമയം എത്രയായി 2 മണി. അപ്പോൾ പോയി കുളിച്ചിട്ട് വരട്ടെ വിചാരിച്ച്. ഇത് നന്നാക്കാതിരുന്നാൽ പിന്നെ അത് നടക്കില്ല. പിന്നെ ചാറ്റിൽ ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ തിരുമ്പിയൊക്കെ എടുത്തു വെക്കാം, പിന്നെ മഴ പെയ്യാണെങ്കിൽ ഓടാൻ വയ്യ വിചാരിച്ചിട്ട് തിരുമ്പിയൊക്കെ എടുത്തു വെക്കാം. അപ്പോൾ പകുതി ഉണങ്ങിയിട്ടുണ്ട്, പകുതി ഉണങ്ങിയിട്ടില്ല. പിന്നെ അത് നമ്മുടെ അകത്തത്തെ അയൽമ തന്നെ ആറിയിട്ടോ. പിന്നെ ഇപ്പോൾ നമ്മുടെ പൂമാല ഉണ്ടായിട്ടോ, പിന്നെയും വന്നിട്ട് മഴ പിടിച്ചാൽ പിന്നെയും പൂമാല വരും. കുറച്ച് പാലുണ്ടായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് പിസ്തയൊക്കെ ഇട്ടിച്ച് വെള്ളമൊക്കെ ആക്കി കുടിക്കുക വിചാരിച്ച്. ദാഹിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പായല്ലേ, അപ്പോൾ ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കുടിക്കുക വിചാരിച്ച്. അപ്പോൾ ടുട്ടുവിനോട് ചോദിച്ചിട്ട് ടുട്ടുവിന് വേണോ ചോദിച്ചാൽ പോനും വേണമെന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ പിന്നെ നല്ല ഐസും വെള്ളം ആക്കിയില്ല, നമുക്ക് പല്ലുവേദന അല്ലേ. അപ്പോൾ കുറച്ച് തണുപ്പിൽ അങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാക്കി. പിന്നെ ചോറ് തിന്നണം. 2 മണിക്കാണെങ്കിൽ കുളിക്കാൻ പോയത് തന്നെ. സമയം കുറേ ആയിക്കണേ. അത് ആ മോൾക്ക് ചോറ് വാരി കൊടുക്കുക. പിന്നെ ഞങ്ങൾ ആ ബ്രെഡും ബീഫൊക്കെ തിന്നുകൊണ്ട് അങ്ങനെ വിശക്കണമൊന്നുമില്ലേന് കേട്ടോ. മോന് പുരയിലുണ്ടെങ്കിൽ ഞാൻ അധികം ചോറ് വാരി കൊടുക്കുക ചെയ്യുക. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാരി കൊടുക്കാൻ. എന്നാൽ നല്ലോണം വയറ് നിറയും കേട്ടോ. നമ്മൾ പാത്രത്തിൽ അവിടെ വെച്ചുകൊടുത്തോളം പകുതി തിന്ന് എണീച്ച് പോകും. അപ്പം എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഒന്നാമത്തെ അവൻ്റെ കോല അങ്ങനത്തെ ഒരു കോലാണ്. ഇന്ന് ടൗണിൽ മാവേലി വണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മോനെയും കൂട്ടിയതാ പിന്നെ അവിടേക്ക് പോയി. അവിടെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ പോയിട്ടോ സാധനം മേടിക്കാൻ. പിന്നെ വാലവാടിയിൽ ഫുഡ് വാങ്ങാനുണ്ടായിരുന്നു മോൻ്റെ, പിന്നെ ഗോതമ്പും അതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങി വെച്ചിട്ടാണ് ഞങ്ങൾ മാവേലി വണ്ടീൻ്റെ അടുത്തേക്ക് പോയത് കേട്ടോ. പിന്നെ അവിടുന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ എന്താ പറയുക വണ്ടി വിളിച്ചിട്ട് വരിക എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച്. ഇതാണ് നമ്മൾ സഞ്ചരിക്കുന്ന മാവേലി വണ്ടി കേട്ടോ. അപ്പം നല്ല സുഖമാണ്. നമുക്ക് എന്താ പറയുക പുരയിൽ ചിലപ്പോൾ ആളില്ലാത്തവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ റേഷൻ കാർഡ് ആർക്കും കൊടുത്താലും അങ്ങനെ വാങ്ങാനൊക്കെ സുഖമാണ് കേട്ടോ. പിന്നെ എനിക്ക് മോൻ്റെ ഫുഡ് ബാലവാടിയിൽ നിന്ന് വാങ്ങേണ്ടതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ പോവേണ്ടിയിരുന്നു, ഒപ്പിടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും ചെയ്തതും വാങ്ങി ഒരുമിച്ച് വരാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വാങ്ങി ഞാൻ എൻ്റെ കൂട്ടുകാരിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ വെച്ചു. അപ്പം കുട്ടികളെ സ്കൂൾ ബസ് വരും, ആ സമയത്ത് അതിൽ കയറിയിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ടോ. ഇറച്ചിയും കൂടെ ഉണ്ടായി വെച്ചാറ് നന്നായിക്കണോ. അങ്ങനെയാണ് അച്ചാറില്ല. ഞാൻ ബീഫ് അച്ചാർ ആദ്യമായിട്ടില്ല. ഞാനും ബീഫ് അച്ചാറിൻ്റെ മുമ്പ് ആരോ തന്നിട്ട് കൂട്ടിയതാണ്. പെരുന്നാളിന് ബീഫ് അധികം ഉണ്ടായിട്ട് മോളിത കുറേ അച്ചാറിട്ട് അസല്ലേ പൊരിച്ചിട്ട് എടുത്താ ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് കേടുവരില്ലല്ലോ, രസമുണ്ടോ. അപ്പൊ എനിക്ക് മറ്റേ വാങ്ങിയാൽ മതിയല്ലേ, അങ്ങനെ ആക്കി വെച്ചതല്ലോ. പല്ലുവേനല്ലേ നോക്കി പഠിച്ചോ. മിലുന് വേണ്ട, മിലുന് വേണ്ട. ബാ ബാ ആ
ടുട്ടുവിന് പുറകെ പോയപ്പോൾ പൈസ കിട്ടിയിരുന്നു കേട്ടോ. എല്ലാവരും പെരുന്നാൾ പൈസയൊക്കെ കൊടുത്തിരുന്നു. അപ്പോഴേ പറയുന്നുണ്ട് എനിക്കൊരു കുറ്റി വേണം കേട്ടോ. അങ്ങനെ അവിടെ ടൗണിൽ പോയിട്ട് ഒരു കുറ്റിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന്. അപ്പോൾ പൈസ വരുമ്പോൾ ഇങ്ങോട്ട് ടൗണിലേക്ക് എടുത്തി എനിക്ക് മുട്ടായി വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 20 റുപ്യക്ക് അങ്ങനെ മുട്ടായി മേടിച്ചെന്ന് തോന്നുന്നു. ബാക്കി അത് ആ കുറ്റി തന്നെ ഇടും ചെയ്ത്. അങ്ങനെ ഇതാ സ്കൂൾ ബസ് വന്ന് ഞങ്ങൾ പുറകേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാ പുരലെത്തി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ വെച്ചാൽ വെളിച്ചെണ്ണയൊന്നും കിട്ടിയില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ഇല്ലായിരുന്നു ഒന്ന്. പിന്നെ നൂഡിൽസ് മേടിച്ചിരുന്നു. അവിടെ നൂഡിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് നെക്സ്റ്റ് ഒന്ന് മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ വിചാരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച് ക്ലാസ് വിട്ട് വന്നല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.